ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് വിടുതല എന്ന മൂവിയാണ്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോയി നഗ്നരാക്കി ചോദ്യം ചെയ്യുന്ന പോലീസുകാർ. മാത്രമല്ല പലരും അവരെ റേപ്പ് ചെയ്യാനും തുടങ്ങി. എന്തിനായിരിക്കും ഇത്രയും ക്രൂരത ഈ സ്ത്രീകളോട് ആ പോലീസുകാർ കാണിക്കുന്നതെന്ന് നമുക്ക് ഈ മൂവി കണ്ടു തന്നെ അറിയാം. അതിനു മുമ്പ് ഇതുവരെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തിടെ ഇറങ്ങിയ പുതിയ മൂവീസിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം തന്നെ നമ്മൾ അതിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഒരു മലയോര ഗ്രാമത്തില് ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഒരു മൈനിങ് കമ്പനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മൈനിങ് കമ്പനി ആ മലയോരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രകൃതി സ്രോതസ്സുകളെല്ലാം തന്നെ നശിക്കുമെന്നും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുമെന്നും മനസ്സിലാക്കിയ അവിടുത്തെ മക്കൾപ്പടയാകട്ടെ ഇതിനെ എതിർക്കുന്നു. ആ എതിർപ്പിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് അവിടെ മൈനിങ് കമ്പനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മക്കൾപ്പടയെ പിടിച്ചു കെട്ടാൻ പോലീസുകാർ അവിടെ ക്യാമ്പടിക്കാൻ തുടങ്ങി. പലയിടത്തും ചെക്ക് പോസ്റ്റുകൾ കെട്ടി അവിടെയെല്ലാം താമസിച്ച് മക്കൾപ്പടയിലെ ഒരുപാട് ആൾക്കാരെ ഇവർ പിടികൂടി. അങ്ങനെ പതിയെ പതിയെ മക്കൾപ്പടയുടെ ശക്തി കുറഞ്ഞു. ഇനി ധൈര്യമായിട്ട് മൈനിങ് കമ്പനി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് സർക്കാർ അതിന് ഉത്തരവിറക്കുകയാണ്. കഥ പ്രസന്റിലേക്ക് വരുന്നു. ആ ഉത്തരവിറക്കി പിറ്റേ ദിവസം ഒരു വലിയ ട്രെയിൻ ദുരന്തം നടക്കുകയാണ്. അത് ചെയ്തത് മക്കൾപ്പടയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ബോംബ് വെച്ചായിരുന്നു അവർ ആ പാലം തകർത്തത്. ഒരുപാട് ജനങ്ങൾ മരണമടഞ്ഞു. മക്കൾപ്പടയിലെ കുറച്ച് ആൾക്കാർ ഒളിഞ്ഞിരുന്ന് ശക്തമായി ഈ ഗവൺമെന്റിനെതിരെ പോരാട്ടങ്ങൾ നടത്തുകയാണ്. അതിന്റെ തലവന്മാരായിട്ട് പെരുമാള് TR എന്ന് പറയുന്ന ആൾക്കാരെയാണ് ജനങ്ങൾക്ക് അറിയാവുന്നത്. എന്നാൽ ഈ പെരുമാളിന്റെ ഒരു ഫോട്ടോ പോലും പോലീസുകാരുടെ കയ്യിലില്ല. പേര് മാത്രമേ അവർക്കറിയൂ. ജനങ്ങൾ എല്ലാവരും തന്നെ മക്കൾപ്പടയുടെ കൂടെയാണ്. പെരുമാളിനെ എല്ലാവരും വാദ്യാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം അയാൾ പണ്ടൊരു സ്കൂൾ വാദ്യാരായിരുന്നു. പിന്നീടാണ് ഈ മക്കൾപ്പടയുടെ തലവനായത്. അങ്ങനെ ഈ മക്കൾപ്പടയെ എതിർക്കാൻ വേണ്ടിയിട്ട് ആ മലയോരത്ത് ഈ കമ്പനി എന്ന പേരിൽ കുറച്ച് പോലീസുകാരെ ഏർപ്പാടാക്കിയിരുന്നു. ആ പോലീസ് ക്യാമ്പിലേക്ക് പോവുകയാണ് നമ്മുടെ നായകനായ കുമരേശൻ. കുമരേശൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബസ്സിനെ പെട്ടെന്ന് കുറച്ച് പോലീസുകാർ വളയുകയും മക്കൾപ്പടയെ സഹായിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട് കുമരേശന്റെ അടുത്തിരുന്ന വല്യപ്പനെയും അയാളുടെ മകനെയും എല്ലാം തന്നെ ഓടിക്കുന്നു. അയാളുടെ മകനെ വെടിവെച്ചു കൊന്നു. ആ വല്യപ്പനെ ഓടിച്ചിട്ട് പോലീസുകാർ പിടിക്കുകയും ചെയ്തു. അയാളുടെ മരുമകളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം അത്ര നല്ലതൊന്നുമല്ല എന്ന് ഈ സാഹചര്യം കണ്ടതോടെ കുമരേശന് മനസ്സിലായി. അവിടുത്തെ ഓഫീസ് ഇൻചാർജ് എല്ലാവരും OC എന്ന് വിളിക്കുന്ന ആളുടെ അടുത്താണ് അവൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മലയോരത്തെല്ലാം ക്യാമ്പടിച്ചിരിക്കുന്ന പോലീസുകാർക്ക് ആഹാരം കൊണ്ടു കൊടുക്കുന്ന ജോലിയായിരുന്നു കുമരേശൻ ഉണ്ടായിരുന്നത്. അവിടെയുള്ള ആർക്കും തന്നെ മലയോരത്തേക്ക് വണ്ടി ഓടിച്ചു പോകാൻ അറിയില്ല. കുമരേശനായിരുന്നു ഇന്നു മുതൽ ആ ജോലി ചെയ്യുന്നത്. ആദ്യം ഒരു പോലീസുകാരൻ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. ചിലയിടങ്ങളിലേക്ക് വണ്ടി ചെല്ലില്ല. അവിടെയൊക്കെ നടന്നു കൊണ്ടുപോയി ആഹാരം കൊടുക്കണം. മക്കൾപ്പടയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരെല്ലാം മലയുടെ പല ഭാഗത്തായിട്ട് തമ്പടിച്ചിരിക്കുന്നത്. അങ്ങനെ എടുത്ത് ചെല്ലുമ്പോഴാകട്ടെ രക്തത്തിൽ കുതിർന്ന ഒരു പോലീസ് യൂണിഫോം അവൻ കാണുന്നുണ്ട്. നിനക്ക് മുമ്പ് ഇതുപോലെ ആഹാരം കൊണ്ടുവരാൻ വന്നിരുന്ന ഒരു പോലീസുകാരനായിരുന്നു ഇതെന്നും മക്കൾപ്പട അയാളെ കൊന്നുവെന്നുമാണ് അവിടുത്തെ പോലീസുകാർ പറയുന്നത്. അതോടുകൂടി കുമരേശ്വരൻ ഒന്ന് പേടിച്ചു. അങ്ങനെ കുമരേശൻ ഒരു ദിവസം ആഹാരമായിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു പാട്ടിയാകട്ടെ കരടി ആക്രമിച്ചിട്ട് അവരുടെ കൊച്ചുമകളും കുറച്ച് ആൾക്കാരും ചേർന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വഴി മധ്യേ പോകുന്നത് കാണുന്നു. ഇത് കണ്ടതും അവരുടെ കഷ്ടപ്പാട് കണ്ട് സഹായിക്കാൻ ഒരുങ്ങി കുമരേശനാകട്ടെ താൻ കൊണ്ടുവന്ന ഫുഡെല്ലാം തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ ഇറക്കി വെച്ചിട്ട് അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. OC ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല വഴക്ക് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ കടമയാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ അത് ചെയ്തത്. ആ പെൺകുട്ടിയുടെ പേര് തമിഴരസി എന്നാണ്. ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക. അവൾ കുമരേശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നു. എന്നാൽ തിരിച്ച് ക്യാമ്പിലെത്തിയപ്പോഴേക്കും OC ഇതറിഞ്ഞിട്ട് അവനോട് ആകെ കലിപ്പിലായിരുന്നു. അതിന് പകരമായിട്ട് അവന് പണിഷ്മെന്റും കൊടുക്കുന്നു. അയാൾ പറഞ്ഞ എല്ലാ ജോലികളും അവൻ ചെയ്തു. അവിടുത്തെ ബാത്റൂം എല്ലാം തന്നെ വൃത്തിയാക്കി. പറഞ്ഞ പോലെ അവിടെയെല്ലാം കിടന്ന് ഓടി. എന്നിട്ട് പോലും അയാളുടെ ദേഷ്യം അടങ്ങിയില്ല. നീ ചെയ്തത് തെറ്റാണ്, അതിന് മാപ്പ് പറയണമെന്ന് കുമരേശനോട് അയാൾ പറഞ്ഞെങ്കിലും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. മാപ്പ് പറയാൻ അവൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് അയാൾ അവനെ വീണ്ടും വീണ്ടും പണിഷ് ചെയ്തുകൊണ്ടേയിരുന്നു. പകൽ മുഴുവൻ അവന് ഫുഡ് കൊടുക്കുന്ന ജോലിയും രാത്രിയിലാകട്ടെ ടവർ ഡ്യൂട്ടിയും ഇട്ടു. അങ്ങനെ ഒരു ദിവസം അവൻ ആഹാരം കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ചുനേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് വണ്ടി ഒതുക്കിയിട്ടു. ആ സമയത്ത് കുറച്ച് ആൾക്കാർ അതുവഴി പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇതിലൊരാൾ പറയുന്നുണ്ട്, എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ദൂരെ നിന്നും വന്നവരാണ്, അവരെ ബസ് കയറ്റി വിടാൻ ഞാൻ പോവുകയാണെന്ന്. ഒരുപാട് ദൂരം നടക്കണ്ടേ, ഞാൻ ആ ചെക്ക് പോസ്റ്റ് വരെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാം തന്നെ അവൻ വണ്ടിയിലേക്ക് കയറ്റി. ശരിക്കും കുമരേശൻ അറിയില്ലായിരുന്നു അവനിങ്ങനെ ലിഫ്റ്റ് കൊടുക്കുന്നത് പെരുമാളിനും കൂട്ടർക്കുമാണെന്ന്, അതായത് മക്കൾപ്പടയ്ക്കാണെന്ന്. പോലീസ് എന്തിനാ ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുമരേശൻ അവരോട് പറയുന്നുണ്ട് പോലീസിന്റെ കടമ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണെന്ന്. ഇത് കേട്ടിട്ട് പെരുമാളിന് അവനോട് നല്ല സ്നേഹം തോന്നാൻ തുടങ്ങി. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ അവര് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറുക്ക് വഴിക്ക് പൊയ്ക്കൊള്ളാമെന്ന്. അങ്ങനെ അവിടെ ഇറങ്ങി അവര് പോയി. ക്യാമ്പിലെത്തിയപ്പോഴാകട്ടെ ഒരു പോലീസുകാരൻ കുമരേശനോട് പറയുന്നുണ്ട്, നേരത്തെ സഹായിച്ച ആ പാർട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നിരുന്നു. അവരുടെ കൊച്ചുമകളുടെ വിവാഹ നിശ്ചയമാ, നിങ്ങളെ അവിടെ ക്ഷണിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ പിറ്റേന്ന് കുമരേശൻ അവിടേക്ക് ചെന്നു. പാട്ടി അവനോട് ഒരുപാട് സന്തോഷത്തോടെ പറയുന്നുണ്ട്, നീ എന്നെ രക്ഷിച്ചത് കൊണ്ടാണ് എന്റെ കൊച്ചുമകളുടെ നിശ്ചയം ഇന്ന് നടക്കുന്നതെന്ന്. ഞാൻ അവളോട് കുറച്ച് നാളായിട്ട് വിവാഹം കഴിക്കാൻ പറയുന്നതാ. മരണക്കിടക്കെ കിടന്ന് ചോദിച്ചത് കൊണ്ട് അവൾ അതിന് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ആ നിശ്ചയത്തിന് വേണ്ടിയിട്ട് മാലയൊക്കെ എടുത്തു കൊടുക്കുന്നത് കുമരേശനായിരുന്നു. ഒരു ദിവസം ചന്തയിൽ വെച്ച് കാണുന്ന സമയത്ത് അവളോട് കല്യാണ ഒരുക്കങ്ങൾ എന്തായെന്ന് ചോദിച്ചപ്പോൾ അവള് പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല എന്ന്. കാരണം എല്ലാവർക്കും സ്ത്രീധനമാണ് ആവശ്യം. എന്റെ പാട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ അത്രയും കാശൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. എന്റെ പാട്ടിയെ സഹായിച്ചതിന്റെ പേരിൽ നിങ്ങളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു.
അവിടെ നിങ്ങളുടെ ക്യാമ്പില് ആഹാരം പാകം ചെയ്യുന്ന വ്യക്തി ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളാണ്. അയാൾ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. എന്നാൽ കുമരേശൻ പറയുന്നുണ്ട് എനിക്ക് അതൊന്നും ഒരു കഷ്ടപ്പാടല്ല എന്ന്. അങ്ങനെ ക്യാമ്പിലെത്തിയ അവനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു എസ്ഐയോട് പറയുന്നുണ്ട് എനിക്ക് ദിവസവും ഇങ്ങനെ ടവർ ഡ്യൂട്ടി തരാതെ വേറെ എന്തെങ്കിലും ജോലി തന്നൂടെ എന്ന്. എന്നാൽ നീ ആ ഓസിയോട് മാപ്പ് പറയാതെ അയാൾ ആ ഡ്യൂട്ടിയിൽ നിന്ന് നിന്നെ മാറ്റില്ല എന്നാണ് തോന്നുന്നത്. മര്യാദയ്ക്ക് പോയി മാപ്പ് പറഞ്ഞ് അയാൾക്ക് നിന്നോടുള്ള ദേഷ്യം മാറ്റുന്നതാണ് നിനക്ക് നല്ലത്. പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് താൻ മാപ്പ് പറയില്ല എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. അവനിങ്ങനെ മാപ്പ് പറയാതിരിക്കുന്ന കാരണം അയാളാകട്ടെ അവന് മെമ്മോ കൊടുക്കുന്നു. അതിന് തിരിച്ചൊരു മറുപടി അവൻ കൊടുക്കണമായിരുന്നു. അതിൽ അവന്റെ മാപ്പപേക്ഷ ഉണ്ടാകണമായിരുന്നു. റൈറ്ററായ കോൺസ്റ്റബിളിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ പറയുന്നുണ്ട് മാപ്പപേക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല പണി കിട്ടും, നിന്നെ സസ്പെൻഡ് ചെയ്യും അയാള്. എന്നാൽ അവന്റെ മനസ്സ് അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ മെമ്മോയ്ക്ക് മറുപടി കൊടുക്കുന്നുമില്ല. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താൻ അവരെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയത്. അതൊരു തെറ്റല്ലാന്ന് തന്നെയാണ് അവൻ വിശ്വസിക്കുന്നത്. അവിടെ മാപ്പ് പറയാത്ത അവൻ എത്ര അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട് ആ ഓസിയാകട്ടെ പിന്നീട് അവൻ ടവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആഹാരം പോലും ബാക്കി വെച്ചിട്ടുണ്ടാകില്ലായിരുന്നു. പല ദിവസങ്ങളിലും അവൻ പട്ടിണിയാകാൻ തുടങ്ങി. വെള്ളം മാത്രം കുടിച്ചുകൊണ്ടായിരുന്നു അവൻ കഴിഞ്ഞിരുന്നത്. അമിതമായ ഡ്യൂട്ടി അവന് കൊടുത്തു ഉറക്കമില്ലാതെ അവൻ പലപ്പോഴും അപകടത്തിലാകുന്ന ഒരു സ്റ്റേജിലെത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം വഴിക്ക് വെച്ച് അവനാകട്ടെ തമിഴരസിയെ കാണുന്നു. അവന് ക്യാമ്പിൽ നിന്ന് പലപ്പോഴും ആഹാരം ലഭിക്കുന്നില്ല എന്ന് ഒരാൾ വഴി അറിഞ്ഞ അവളാകട്ടെ അന്ന് അവന് ആഹാരം കൊടുക്കുന്നു. ഇനി എന്നും ഞാൻ ഇതുവഴി വരുമ്പോൾ ആഹാരം തരാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പതിയെ അവർക്കിടയിൽ ഒരു പ്രണയം ഉടലെടുക്കുകയാണ്. ഒരു ദിവസം അവളാകട്ടെ ചന്തയിൽ വെച്ച് വള വാങ്ങിക്കാൻ ചെന്നപ്പോൾ അതിന് വില കൂടുതലായ കാരണം അവൾ ആ വള വാങ്ങിയില്ല. കണ്ട കുമരേശ്വരനാകട്ടെ അവൾക്ക് വേണ്ടി ആ വള വാങ്ങി. പിന്നീട് അവളെ കണ്ടപ്പോൾ അവൾ ആഹാരം തന്ന പാത്രത്തിലിട്ട് ആ വളയും കൊടുത്തിരുന്നു. ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് തന്നോട് മിണ്ടരുതെന്ന് അവൾ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് കാണുമ്പോൾ മാത്രം മിണ്ടിയാ മതി. ജനങ്ങൾ പോലീസുമായിട്ട് ഇത്ര അടുക്കുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല. ആ വള കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. പതിയെ അവരുടെ പ്രണയം കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. അത് കാരണം ആ ഓസി കൊടുക്കുന്ന കഷ്ടപ്പാടെല്ലാം തന്നെ അവൻ മറന്നിരുന്നു. ആ കഷ്ടപ്പാടിലും തമിഴിനോടുള്ള പ്രണയം കാരണം അവൻ അവിടെ തന്നെ പിടിച്ചു നിന്നു. നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് പോലും കുമരേശൻ അവളോട് ചോദിക്കുന്നു. വീട്ടിൽ നിന്നും ആരെങ്കിലും വലിയവരെ വിളിച്ചുകൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കല്യാണം ആലോചിക്കാനാണ് അവൾ പറയുന്നത്. അവൾ തന്റെ പാട്ടിയോടും കാര്യങ്ങൾ പറയുന്നു. എന്നാൽ പാട്ടി പറയുന്നുണ്ട് അവനൊരു പോലീസുകാരനാ. നിന്റെ ചിറ്റപ്പനാകട്ടെ മക്കൾ പടയിൽ പോയി ചേർന്നിരിക്കുന്നു. ആ പോലീസുകാരൻ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഉറപ്പാണ്. മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് പോലും അറിയില്ല നിന്റെ ചിറ്റപ്പൻ മക്കൾ പടയിലെ ആളാണെന്ന്. അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുന്നത് പോലും. അങ്ങനെയിരിക്കെ അവിടുത്തെ പോലീസുകാരാകട്ടെ മക്കൾ പടയിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ പിടിച്ചിരുന്നു. അവരെയും കൊണ്ട് അവിടെ നിന്നും താഴെയുള്ള സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാകട്ടെ മക്കൾ പടയിലെ ബാക്കി ആൾക്കാർ വന്നിട്ട് ഈ പോലീസുകാരെ ആക്രമിക്കുന്നു. അതിലൊരാൾക്ക് വെടിയേൽക്കുകയും ചെയ്തു. അവരുടെ ആൾക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. ഓസിക്കാകട്ടെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. ആ ദേഷ്യത്തില് മക്കൾ പടയ്ക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓസിയും ഗ്യാങ്ങും പിന്നീടിറങ്ങി. ഒരു പാവം പെൺകുട്ടിയാകട്ടെ ഇവർ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. പക്ഷേ ഇത് വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആരും കാണാതെ ആ പെൺകുട്ടിയുടെ ജഡം കൊണ്ടുപോയി ഒരിടത്ത് കാട്ടിൽ വെച്ച് എരിച്ചു കളയുന്നു. ഈ സംഭവം എല്ലാം കണ്ടിട്ട് കുമരേശന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. സംഭവം വലിയ വിഷയമായതോടുകൂടി മേലധികാരികൾ ഇവർക്കെതിരെ അന്വേഷണവുമായിട്ട് വന്നു. തൽക്കാലത്തേക്ക് ഈ മക്കൾ പടയെ പിടിക്കാനുള്ള ചുമതല അവർ DYSP സുനിലിനാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ സ്റ്റേഷനിലേക്ക് സുനിൽ ചാർജ് എടുത്തു. മക്കൾ പടയ്ക്ക് വിവരങ്ങൾ കൊടുക്കുന്നു എന്ന് അവർക്ക് സംശയം തോന്നിയ ഒരുപാട് ആൾക്കാരെ അവിടെ പിടിച്ചു വെച്ച് ദ്രോഹിക്കുന്നുണ്ടായിരുന്നു. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പൂർണ്ണ നഗ്നരാക്കിയായിരുന്നു അവർ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. സുനിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോടെല്ലാം സംസാരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾക്ക് മക്കൾ പടയോടാണ് താല്പര്യം. കാരണം പോലീസുകാരെ അവർക്കെല്ലാം തന്നെ പേടിയാണ്. കാരണം സുനിൽ ജനങ്ങളെ വിളിച്ചിരുത്തി ഒരു യോഗം കൂടുന്നു. അവരോട് പറയുന്നു ഈ മൈനിങ് കമ്പനി ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഇവിടെ ഹോസ്പിറ്റലും സ്കൂളും എല്ലാം തന്നെ ഉണ്ടാകും. നിങ്ങൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. മക്കൾ പടയെ നമ്പാതെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം കുമരേശനാകട്ടെ ഒരു പാർട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുറച്ച് സാധനങ്ങളുമായിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പോകുന്നു. ആ സമയത്ത് പെരുമാളും സംഘവും മുകളിലിരിപ്പുണ്ടായിരുന്നു. പെരുമാളിനെ കണ്ടതും കുമരേശൻ ചോദിക്കുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ നിങ്ങളെ ഒന്ന് സഹായിച്ചത് ഞാനാണ്. കല്യാണമൊക്കെ എവിടെ വരെ എത്തിയെന്ന്. എന്നാൽ പെരുമാൾ പെട്ടെന്ന് അവന് മുഖം കൊടുക്കാതെ അവിടെ നിന്നും മാറി. ഇയാളെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് കുമരേശൻ ചിന്തിക്കുന്നു. പോലീസുകാർക്കിടയിൽ പോലും പെരുമാളിനെ വാദ്യാരെന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. സുനിൽ പറയുന്നു ഇനി ആരും അയാളെ വാദ്യാരെന്ന് വിളിക്കണ്ട, പെരുമാളിന് പേരെടുത്ത് തന്നെ വിളിച്ചാൽ മതി. പെരുമാളിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന പലരെയും വെച്ചിട്ട് അവരൊരു രേഖാചിത്രം തയ്യാറാക്കുന്നു. ഒടുവിൽ പെരുമാളിന്റെ യഥാർത്ഥ രൂപം വർഷങ്ങൾക്ക് ശേഷം പോലീസുകാർക്ക് കിട്ടി. ഒരു ഫോട്ടോ കണ്ട കുമരേശൻ ഞെട്ടിപ്പോയി. കാരണം ഈ പെരുമാളിനെയും കൂട്ടരെയുമാണ് അന്ന് കല്യാണത്തിന് വന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അയാൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. ഇന്നലെ ഇവിടെ വെച്ച് കണ്ടതും ഇയാളെ തന്നെയാണ്. എനിക്ക് ഇയാളുള്ള സ്ഥലം അറിയാം. പെട്ടെന്ന് കുമരേശനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഞാൻ പോയി ഓസിയോട് പറയട്ടെ എന്ന്. എന്നാൽ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഓസി അല്ലേലേ നിന്റെ അടുത്ത് ദേഷ്യത്തില. തൽക്കാലം പെരുമാൾ അവിടെ ഉണ്ടോന്നൊക്കെ കൺഫേം ചെയ്തിട്ട് മതി ഓസിയോട് പറയുന്നതെല്ലാം. ഞാൻ സമയമാകുമ്പോ പറയാം, അപ്പൊ നീ പറഞ്ഞാ മതി. നീ വിചാരിക്കുന്ന പോലെ ഈ പെരുമാള് സാധാരണക്കാരൊന്നുമല്ല. ഇവരൊരിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി വന്ന് ആ പോലീസുകാരെ എല്ലാം തന്നെ ആക്രമിച്ചിരുന്നു. അതിലൊരാള് കെഞ്ചി അവരോട് പറഞ്ഞതാണ് തന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യരുതെന്ന്. എന്നാൽ അയാളെ അതിക്രൂരമായിട്ട് പെരുമാൾ വെട്ടിക്കൊന്നു. എന്നിട്ട് അവരുടെ ആൾക്കാരെ എല്ലാം തന്നെ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് പെരുമാളിനെ നീ പിടിച്ചുകൊടുക്കാൻ സഹായിക്കുവാണെങ്കിൽ നിന്റെ ജീവന് പോലും അപകടമാണ്. നിന്റെ കുടുംബം അടക്കം അയാൾ നശിപ്പിക്കും. എന്നാൽ കുമരേശൻ പറയുന്നുണ്ട് ഞാൻ എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ബാക്കി എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുമെന്ന്. പെരുമാളിനെ എങ്ങനെയും പിടികൂടി പോലീസിൽ ഏൽപ്പിക്കും. അത് കേട്ട കോൺസ്റ്റബിളിന് ദേഷ്യം വരാൻ തുടങ്ങി. കാരണം അയാളും പെരുമാൾ
പെരുമാളിനെ സഹായിക്കുന്ന ആളായിരുന്നു. അയാൾ അടുത്തുള്ളൊരു ചായക്കടയിലേക്ക് പോയിട്ട് പെരുമാളിന്റെ ഒരു സഹായിയോട് പറയുന്നുണ്ട്, ഇവിടെ ഒരു പോലീസുകാരൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന്. പെരുമാളിനോട് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറാൻ പറ. അവൻ പെരുമാളിനെ കണ്ടിരിക്കുന്നു. കുമരേശന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് നീ പെരുമാളിനോട് പറയണം. അവൻ ഇനിയും പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെരുമാൾ എവിടെയുള്ളതെന്നൊക്കെ അവൻ ഓസിയോട് പോയി പറയും. എന്നാൽ ആ പെരുമാളിന്റെ സഹായികളെല്ലാം തന്നെ പെരുമാളിനോട് പോലും ആലോചിക്കാതെ കുമരേശനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. കാരണം പെരുമാളിന്റെ ജീവനാണ് മുഖ്യം. ഒരു സാധാരണ പോലീസുകാരനെ നമുക്ക് കൊന്നുകളയാം. പിറ്റേന്ന് കുമരേശൻ പോകുന്ന വഴിയിൽ വലിയ പാറക്കല്ലുകൾ ഉരുട്ടിയിട്ട് അവനെ കൊല്ലാനായിരുന്നു പ്ലാനിങ്. എന്നാൽ അന്ന് കുമരേശന് മുമ്പേ ജനങ്ങളുമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പി സുനിലായിരുന്നു ആദ്യം അതുവഴി പോയിക്കൊണ്ടിരുന്നത്. കുമരേശനാണെന്ന് തെറ്റിച്ച് ഇവർ അയാളുടെ വണ്ടിക്ക് നേരെ കല്ലുകൾ ഉരുട്ടിയിടുന്നു. തലനരഴിക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. തൊട്ട് ബാക്കിൽ വന്ന കുമരേശനാകട്ടെ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അയാൾക്ക് എങ്ങനെയെങ്കിലും അപ്പുറത്തോട്ട് പോയെങ്കിലേ പറ്റൂ. അവസാനം അവൻ വന്ന ഡിവൈഎസ്പിയോട് പറയുന്നുണ്ട്, ഈ വണ്ടി കല്ല് വഴി ഉരുട്ടാൻ എനിക്ക് പറ്റുമെന്ന്. അവിടെ നിന്നും ആ പരിപാടി നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. വീട്ടു കുമരേശൻ ജീവനോടെ തിരിച്ചു വരുന്ന കണ്ടിട്ട് ആ കോൺസ്റ്റബിൾ പോലും ഞെട്ടിപ്പോയി. പെരുമാളിന്റെ ആൾക്കാർ അവനെ കൊല്ലുമെന്നായിരുന്നു അയാൾ വിചാരിച്ചിരുന്നത്. പിന്നീട് പലതവണ ആ ഓസിയെ കണ്ടിട്ട് പെരുമാൾ എവിടെയുള്ളതെന്നുള്ള കാര്യം പറയാൻ കുമരേശൻ ശ്രമിച്ചെങ്കിലും ഓസിയാകട്ടെ അവൻ മാപ്പ് പറയാത്ത കാരണം അവൻ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. കോൺസ്റ്റബിളും അവനോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ അയാളോട് പോയി സംസാരിക്കാൻ പോയതെന്ന്. കറക്റ്റ് സമയമാകുമ്പോൾ ഞാൻ പറയാം, അപ്പം പോയി സംസാരിച്ചാൽ മതി. എങ്ങനെയെങ്കിലും കുമരേശൻ ആ വിവരം ഓസിയോട് പറയുന്നത് തടയാനായിരുന്നു കോൺസ്റ്റബിൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പെരുമാളിന്റെ ആൾക്കാരോട് അയാൾ പോയി പറയുകയും ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് കുമരേശനെ കൊല്ലണമെന്ന്. എന്നാൽ അവര് പറയുന്നു പെരുമാളിന്റെ അടുത്ത് നിന്നും കിട്ടിയ ഓർഡർ ആകട്ടെ കുമരേശനെ ഒന്നും ചെയ്യേണ്ട എന്നാണ്. അതേസമയം ഒരു പെൺകുട്ടിയെ ഇവര് തീയരിച്ചു കൊന്നില്ലേ, അതിന്റെ അന്വേഷണവുമായിട്ട് കുറച്ച് ഉദ്യോഗസ്ഥർ അവിടെ വന്നിരുന്നു. ആ സമയത്ത് ഓസി എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ നിന്നും 2 പേര് മാത്രം ഇവർക്കെതിരെ മൊഴി കൊടുക്കുന്നു. ഒന്ന് കുമരേശനും അവനെ പോലെ തന്നെ സത്യസന്ധനായിട്ടുള്ള അവിടുത്തെ എസ്ഐയുമായിരുന്നു. അതിനിടയ്ക്ക് തമിഴരസിയാകട്ടെ കുമരേശനോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടെന്ന്. ഞാൻ ചെറുപ്പമായിരിക്കെ എന്റെ അച്ഛനാകട്ടെ വീട്ടിലേക്ക് ഒരുമിച്ച് 50 കിലോ അരി വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. എന്നാൽ അതിന്റെ പേരിൽ പോലീസുകാരന്റെ അച്ഛനെ ചോദ്യം ചെയ്തു. മക്കൾ പടയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ അരിയെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛനെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയതറിഞ്ഞിട്ട് അമ്മ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയി. 3 ദിവസത്തേക്ക് അമ്മയും അച്ഛനെയും പറ്റിയിട്ട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അത് കാരണം പേടിച്ചിട്ട് എന്നെയും കൂട്ടി എന്റെ ചിറ്റപ്പനും മാമനും ചേർന്നിട്ട് മക്കൾപ്പടയുടെ അടുത്തെത്തി. അങ്ങനെ മക്കൾപ്പടയിലെ പെരുമാളും ടിയാറും ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി നോക്കിയപ്പോഴാണ് എന്റെ അച്ഛനെ അവർ കൊന്നിരുന്നു. എന്റെ അമ്മയാകട്ടെ അതിക്രൂരമായി റേപ്പ് ചെയ്തിട്ട് തുണി പോലും കൊടുക്കാതെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ആക്രമിച്ചിട്ട് എന്റെ അമ്മയെ രക്ഷിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പെരുമാൾ പുറത്തേക്ക് വന്നത്. എന്റെ അമ്മയെ ക്രൂരമായി റേപ്പ് ചെയ്ത ആ പോലീസുകാരനെയാണ് പെരുമാൾ വെട്ടിക്കൊന്നതും. അപ്പോഴാണ് കുമരേശന് മനസ്സിലായത് നേരത്തെ ആ പോലീസുകാരനെ വെട്ടിക്കൊന്ന കഥ ആ കോൺസ്റ്റബിൾ പറഞ്ഞില്ലേ, അതിന്റെ യഥാർത്ഥ സത്യം ഇതായിരുന്നു എന്ന്. അതിനുശേഷം അമ്മയുടെ മാനസിക നില തകരാറിലായി. അമ്മ പലപ്പോഴും തുണിയെല്ലാം ഊരിയെറിഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഓടും. അങ്ങനെ അവസാനം ഞങ്ങൾ ചങ്ങലക്കിട്ടു. ഒരു ദിവസം മുത്തശ്ശിയില്ലാത്ത ദിവസം അമ്മയാകട്ടെ ഒരുപാട് നിർബന്ധിച്ച കാരണം ഞാൻ ചങ്ങലയൊന്ന് മാറ്റി. പക്ഷെ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും അമ്മ എവിടേക്കോ ഓടിപ്പോയിരുന്നു. കുറെ ദൂരം ഞാൻ പുറകെ പോയി. ഒരിടത്ത് നിന്ന് അമ്മയുടെ തുണി മാത്രമാണ് കിട്ടിയത്. പക്ഷെ അമ്മയെ ഇന്ന് വരെയും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്റെ അമ്മ ജീവനോടെ ഉണ്ടോന്നോ മരിച്ചോന്നോ ഒന്നും തന്നെ അറിയില്ല. ആ ഒരു സംഭവത്തിന് ശേഷം എന്റെ ചിറ്റപ്പനാകട്ടെ മക്കൾ പടയിൽ പോയി ചേരുകയും ചെയ്തു. ഇത് കേട്ടതോടുകൂടി കുമരേശൻ ആകെ പേടിച്ചു. കാരണം മക്കൾ പടയിൽ ചേർന്ന ഒരാളുടെ വ്യക്തിയുടെ കുടുംബമാണിത്. അങ്ങനെയുള്ള ആ കുടുംബത്തിലെ തമിഴരസിയുമായിട്ട് താൻ പ്രണയത്തിലാവുകയാണെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അയാൾ ആകെ ടെൻഷനായി അവിടെ നിന്നും പോയി. ഇത് കണ്ട് തമിഴരസി വിചാരിക്കുന്നുണ്ട് സത്യങ്ങൾ അറിഞ്ഞതോടെ കുമരേശൻ തന്നെ ഉപേക്ഷിച്ചതാണെന്ന്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കുമരേശൻ വലിയ ആലോചനയിലായിരുന്നു. തമിഴുമായിട്ട് പിന്നീട് വലിയ സഹകരണം ഒന്നും തന്നെ കുമരേശൻ വെച്ചില്ല. അവളെ കാണുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിപ്പോയി. എനിക്ക് ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്കിടെയാകട്ടെ കുമരേശൻ കാണുന്നുണ്ട് ഒരു സ്ത്രീ ഒരു തുണി പോലും ഇല്ലാതെ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. കുമരേശൻ ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ഒരാളെ പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോയില്ലേ, അയാളുടെ മരുമകളായിരുന്നു ഇത്. ഈ സ്ത്രീയെയും ഇവിടെ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യുകയായിരുന്നു മക്കൾപ്പടയിലെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട്. കുമരേശൻ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വേറെ പോലീസുകാരൻ വന്നിട്ട് അവരെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് ആ സ്ത്രീയെയും ആ വല്യപ്പനെയും എല്ലാരെയും തന്നെ ജീപ്പിലാക്കി അവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു. സംഭവത്തോടു കൂടി കുമരേശൻ ആകെ തകർന്നിരുന്നു. ജനങ്ങൾ എന്തുകൊണ്ടാണ് മക്കൾപ്പടയെ കൂടുതൽ സ്നേഹിക്കുന്നതെന്നും പോലീസുകാരെ വെറുക്കുന്നതെന്നും അയാൾ മനസ്സിലാക്കി. അങ്ങനെ പിന്നീട് കുമരേശൻ വന്ന് തമിഴരസിയെ കണ്ടിട്ട് എല്ലാം സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോകില്ല എന്നും എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്നും അവൾക്ക് വാക്കു കൊടുക്കുന്നു. അതിനിടെ മലമുകളിൽ ആ മൈനിങ് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. ആ റോഡ് പണി തടയാൻ വേണ്ടിയിട്ട് മക്കൾപ്പടയിലെ ആൾക്കാർ അവിടേക്ക് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഇവരെ എതിർക്കാൻ തുടങ്ങി. ഒരു സംഘർഷത്തിനിടെ അവർ വെടിവെക്കുകയും ബോംബുകൾ എറിയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഫലമായിട്ട് 1-2 പോലീസുകാർ മരിച്ചു. അതോടുകൂടി ഈ പോലീസുകാർക്കെല്ലാം ആകെ ഭ്രാന്തളകിയ മട്ടായിരുന്നു. മക്കൾപ്പടയെ സഹായിക്കുകയും മറ്റും ചെയ്യുന്ന എല്ലാവരെയും തന്നെ സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവരാനാണ് അവർ പറയുന്നത്. മാത്രമല്ല മക്കൾപ്പടയിലുള്ള ആൾക്കാരുടെ കുടുംബങ്ങളെ മുഴുവൻ ടോർച്ചർ ചെയ്യണം. എന്ന പുരുഷനൊന്നും ഇല്ലാതെ അവരെല്ലാവരെയും തന്നെ തുണിയിരിഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. തങ്ങളെ ഇവർ പിടിച്ചുകൊണ്ടു പോകുമെന്ന് മനസ്സിലാക്കിയ തമിഴരസിയും അവളുടെ പാട്ടിയും ചേർന്നിട്ട് അന്ന് രാത്രി തന്നെ നാടുവിടാൻ തീരുമാനിക്കുകയാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ
പാട്ടി പറയുന്നുണ്ട് ഞാൻ അപ്പുറത്തുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് പോയി കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് വരാമെന്ന്. അവരങ്ങനെ ആ കാശ് വാങ്ങിക്കാൻ വേണ്ടി അവിടേക്ക് പോയി. തമിഴരസി അവിടെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുകയായിരുന്നു. കാശ് വാങ്ങാൻ പോയ പാട്ടിയെ പോലീസുകാർ കാണുകയും അവരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഒരുപാട് നേരം പാട്ടിയെ നോക്കി നിന്ന അവളാകട്ടെ വേറെ വഴിയില്ലാതെ തിരിച്ചുപോയി. പിറ്റേന്ന് രാവിലെ പാട്ടിയെ മരിച്ച നിലയിലാണ് അവൾ കണ്ടെത്തുന്നത്. അതോടെ തമിഴരസി ആകെ തകർന്നുപോയി. അവൾക്ക് ആകെയുള്ള ഒരു കൂട്ടായിരുന്നു അവളുടെ പാട്ടി. മരണവിവരം അറിഞ്ഞിട്ട് കുമരേശനും അവിടേക്ക് വന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ നീ പോലീസാണെന്നും ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാനും പറയുന്നുണ്ട്. അപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്ത് അയാൾ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത് തമിഴരസിയായിരുന്നു. മക്കൾപ്പടിയിലുള്ള പ്രധാനപ്പെട്ട ഒരാളുടെ ഫാമിലി ഇവിടെ എവിടെയോ ഉണ്ടെന്നും ആ വ്യക്തിയെ കണ്ടുപിടിക്കണമെന്നുമായിരുന്നു പോലീസുകാരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ആ നാട്ടിലെ എല്ലാ സ്ത്രീകളെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ഇടത്തിൽ നമ്മുടെ നായിക തമിഴരസിയും ഉണ്ടായിരുന്നു. പോലീസുകാർ ഇവരെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ടോർച്ചർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കുമരേശന് കഴിഞ്ഞുള്ളൂ. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു കുമരേശൻ. പെരുമാളിനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ഈ ടോർച്ചർ എല്ലാം ഈ ആൾക്കാരെ ചെയ്യുന്നത്. പെരുമാൾ ഉള്ള സ്ഥലം തനിക്കറിയാം. ഇനിയെങ്കിലും ഞാനത് ഓസിയോട് പറഞ്ഞോട്ടെ എന്ന് കോൺസ്റ്റബിളിനോട് ചോദിക്കുമ്പോൾ അയാൾ അപ്പോഴും അവൻ അനുവാദം കൊടുക്കുന്നില്ല. ഇവിടെ പോലീസുകാരാകട്ടെ ആ സ്ത്രീകളെ എല്ലാം തന്നെ ഡ്രസ്സുകൾ അഴിച്ച് പൂർണ്ണ നഗ്നരായി നിർത്തിയിരിക്കുകയാണ്. കാലിച്ചരടാണെന്ന് പോലും നോക്കാതെ അവരുടെ കഴുത്തിലെ ചരട് പോലും അവർ അറുത്തു കളഞ്ഞു. മക്കൾപ്പടയിലെ ആളുടെ ബന്ധു ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വരണമെന്നും അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ടോർച്ചർ ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. തമിഴരസി ഉൾപ്പെടെ എല്ലാവരെയും തന്നെ പോലീസുകാർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് കുമരേശന് നല്ലപോലെ അറിയാം. താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയും ആ സ്ത്രീകളെ എല്ലാം തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ രണ്ടും കൽപ്പിച്ച് ഓസിയോട് പോയി പറയുന്നുണ്ട് പെരുമാൾ എവിടെയുള്ളതെന്ന് എനിക്കറിയാം. എനിക്ക് കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ പെരുമാളിനെ പിടിച്ചുകൊണ്ടുവരാം. ഇവരെ ആരെയും ടോർച്ചർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അവൻ പറയുന്നതൊന്നും തന്നെ ഓസ് വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ആൾറെഡി ഓസിക്ക് അവനോട് പൂർണ്ണ ദേഷ്യമാണല്ലോ. എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ലാതെ കുമരേശൻ നേരെ ചെല്ലുന്നത് സുനിലിന്റെ അടുത്തേക്കായിരുന്നു. ഈ വിധത്തിൽ അയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. പെരുമാൾ എവിടെയുള്ളതെന്ന് എനിക്കറിയാം. കുറച്ച് ആൾക്കാരെ എന്റെ കൂടെ വിട്ടു തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അയാളെ പിടിച്ചുകൊണ്ടുവരും. അങ്ങനെ കുറെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവസാനം സുനിൽ അവൻ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരെയും കൂട്ടി പെരുമാളുള്ള സ്ഥലത്ത് പോയിട്ട് അയാളെ പിടിക്കാനുള്ള പ്ലാനിംഗ് ആയിരുന്നു കുമരേശന്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം തന്നെ പെരുമാളിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പോലീസും മക്കൾപ്പടയുടെ ആൾക്കാരും തമ്മിൽ വലിയ സംഘർഷം തന്നെ നടക്കുന്നു. ഓരോ വീട്ടിലും പെരുമാളിനെ രക്ഷിക്കാൻ ആ കുടുംബം അയാളുടെ മുന്നിൽ നിന്നു. ഇത് കണ്ട് ശരിക്കും നമ്മുടെ കുമരേശൻ ഞെട്ടിപ്പോയി. ജനങ്ങൾ ഇത്രയധികം അയാളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സംഘർഷത്തിനിടെ പോലീസുകാരുടെ കയ്യിൽ നിന്നും ഒരുപാട് ജനങ്ങളും വെടിയേറ്റ് മരിച്ചു. കുഞ്ഞുങ്ങൾ പോലും അതിലുണ്ടായിരുന്നു. എനിക്ക് പെരുമാളിനെ തന്റെ കയ്യിൽ കിട്ടിയപ്പോൾ കുമരേശൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വന്നെങ്കിലേ പറ്റൂ. നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നില്ലെങ്കിൽ അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാകും. വളരെ മാന്യമായിട്ടാണ് കുമരേശൻ ആ ഒരു റിക്വസ്റ്റ് അയാളുടെ അടുത്ത് വെച്ചത്. ഇവിടെ പോലീസുകാർ തമിഴ് സെൽവി ഉൾപ്പെടെ എല്ലാവരെയും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അയാൾ അവസാനമായി ചോദിക്കുന്നുണ്ട് മക്കൾപ്പടയിലുള്ള ആൾക്കാരുടെ ബന്ധു ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതാ നല്ലത്, അല്ലെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ മോശമായിരിക്കുമെന്ന്. അവസാനം തമിഴ് സെൽവി കൈപൊക്കി അത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ കുമരേശൻ ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ പെരുമാളിനെ തന്റെ തോക്കിന്റെ മുന്നിൽ നിർത്തുന്നു. പോലീസുകാരെല്ലാം തന്നെ ചുറ്റും കൂടിയിരുന്നു. നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി പെരുമാൾ ഇവരുടെ കൂടെ പോകാൻ തയ്യാറായി. അങ്ങനെ പെരുമാളിനെ ചോദ്യം ചെയ്യാൻ അവർ റൂമിലേക്ക് കയറ്റി. തമിഴ് സെൽവി ഉണ്ടായിരുന്ന റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ പൊട്ടിയ വളകൾ മാത്രമാണ് കുമരേശന് കിട്ടുന്നത്. ബാക്കി സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും എവിടെ വെച്ചിരിക്കുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ കുറെ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അവന് സസ്പെൻഷൻ ഓർഡർ കിട്ടിയിരുന്നു. മെമ്മോ അയച്ചിട്ട് ഇതുവരെ അതിന് മറുപടി പറയാത്തതിന്റെ പേരിലും തന്നോട് മാപ്പ് പറയാത്തതിന്റെ പേരിലും ആ ഓസി ഇടപെട്ടായിരുന്നു കുമരേശന് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തത്. ഇവിടെ സുനിൽ പെരുമാളിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഏതോ ഒരു പത്രത്തിന്റെ റിപ്പോർട്ടർ ആരും അറിയാതെ ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ടോർച്ചർ എല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടേക്ക് കയറുകയും ഒരു സ്ത്രീയെ നഗ്നമാക്കി ടോർച്ചർ ചെയ്യുന്നത് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പെരുമാളിനെ അറസ്റ്റ് ചെയ്തുവെന്നും അയാൾ മനസ്സിലാക്കി. ഇതെല്ലാം പുറത്തായി കഴിയുമ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും കുമരേശൻ ഇനി തമിഴ് സെൽവിയെ രക്ഷിക്കാൻ കഴിയുമോ എന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് മൂവി ഇവിടെയാണ് അവസാനിക്കുന്നത്. സെക്കൻഡ് പാർട്ട് മൂവി റിലീസ് ആയിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ടവർ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല അടുത്തിടെ ഇറങ്ങിയ കൂടുതൽ പുതിയ മൂവീസിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.